അങ്കമാലിയിലോട്ടൊരു യാത്രയുണ്ടായിരുന്നു ഇന്നലെ. വേറൊന്നുമല്ല, നമ്മുടെ അനിയന് ഒരു കാർ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളുപ്പിൽ 6 മണിക്ക് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് 6:15 ആശാനെ കണ്ടില്ല. പിന്നെ അവസാനം വിളിച്ചു, എത്താറായെന്ന് പറഞ്ഞു. ഗേറ്റ് തുറന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് ആശാൻ കിഴക്കുന്ന് ഓടി വരുന്നുണ്ട് ബൈക്കിനകത്ത്. ഇതാണ് ആശാൻ. ആശാനാണെങ്കിൽ തൃശ്ശൂർ അങ്കമാലി ഭാഗത്ത് ഒരു കാർ ഓലക്സിലൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് നേരിട്ട് കണ്ടെടുത്തോണ്ട് വരണം. എടുത്തോണ്ട് വരാൻ കൊള്ളാമെങ്കിൽ. അങ്ങനെ അവൻ്റെ പ്ലാറ്റിനക്കകത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നത്. അവിടെ നിന്ന് പറയാൻ ട്രെയിൻ ഉണ്ടായിരുന്നു, 7 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, ഷൊർണൂർ ട്രെയിൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാത്തു കെട്ടിയിരുന്നു. അവസാനം നമ്മുടെ ട്രെയിൻ വന്നു. അതൊരു കാണാൻ ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ആ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ. പിന്നെ 3-3.5 മണിക്കൂർ ട്രെയിനകത്ത് ഒറ്റ ഇരിപ്പിരിക്കണമായിരുന്നു. ചത്ത് പണ്ടാരം ഉണങ്ങിപ്പോയി. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ ലോങ് പോയിട്ട്. എവിടെ പോയാലും ബൈക്ക് ശീലമായി പോയി. ഇതാണ് അങ്കമാലി. നമ്മൾ അങ്കമാലി ചെന്നിറങ്ങി. രാവിലത്തെ ഫുഡ് 10:30 ആയപ്പം പൊറോട്ടയും കടലയും. അവന് ചപ്പാത്തിയും മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് ലേറ്റാവും, അതുകൊണ്ട് KSRTC പിടിക്കാമെന്നും പറഞ്ഞ് ഹൈവേയിലോട്ട് നടന്നു. ഇരിക്കാൻ നോക്കിയപ്പോൾ അവസ്ഥ കണ്ടല്ല. അവിടുന്ന് പിന്നെ ബസ് വന്നു. നേരെ ചിറങ്ങര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്തി. കാറുമായിട്ട് ആശാൻ വന്നു. ഇതാണ് കാറ്. വണ്ടിക്കകത്ത് ഇരുന്നൊക്കെ നോക്കി. പിന്നെ ഞാൻ കുറച്ച് ഓട്ടിച്ചൊക്കെ നോക്കി. വണ്ടിയുടെ കണ്ടീഷനിങ് അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ മൈന്യൂട്ട് പണികളൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ പേപ്പർ വർക്കും കാര്യങ്ങളും കാശിൻ്റെ ഇടപെടലും ഒക്കെ അവർ നടത്തി. ഞാൻ മാറിയിരുന്നു. ആ ഭാഗത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ വണ്ടി. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചത്ത് പണ്ടാരം അടങ്ങിപ്പോയി. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നല്ല ചൂടുണ്ട് ആ ഭാഗത്ത്. പിന്നെ അങ്ങനെ വണ്ടി നമ്മുടെ കൈകളിലേക്ക് എത്തി. നമ്മൾ അതുമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ റെയിലിട്ടായിരുന്നു. ശരിക്കും അനാവശ്യമായിട്ടൊരു ആവശ്യമായിരുന്നു. 1.5 മണിക്കൂർ ശരിക്കും പെട്ടുപോയി. കാരണം ജങ്കാറിനകത്തോടായിരുന്നു കയറി പോകുന്നത്. ആ ഒരു ടൈമിൽ നല്ല ബ്ലോക്കായിരുന്നു അവിടെ. കുറേ നേരെ ഇച്ചിരി മുന്നോട്ട് നീങ്ങും, പിന്നെയും പിടിച്ചിടും, പിന്നെയും കുറച്ച് മുന്നോട്ട് നീങ്ങും, പിന്നെയും പിടിച്ചിടും. ഈ കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിയ ഉപയോഗമൊന്നുമില്ല. അത് വീട്ടിൽ കയറ്റിയിട്ടിരുന്നില്ല. യൂസ് ഉണ്ട്, ഡെയിലി വല്ലപ്പോഴും 2-3 കിലോമീറ്ററൊക്കെ അനങ്ങത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൈ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ജില്ലകൾ താണ്ടി ജങ്കാറിൽ കയറി, കടൽ കണ്ടു, ഫോർട്ട് കൊച്ചി കണ്ടു. ആ കാറിന് തന്നെ സന്തോഷമായി കാണും. കുറേ നാളിങ്ങനെ ചങ്ങലക്കിട്ട പട്ടി അഴിച്ചു വിട്ടൊരു ഫീലായിരിക്കും. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. നല്ല തിരക്കുണ്ട്. വോളണ്ടിയേഴ്സ് ഡേയും കൂടെ ആയതുകൊണ്ട് കപ്പിൾസിൻ്റെ വൻ ജനസാഗരമായിരുന്നു അവിടെ. പിന്നെ കാണേണ്ടതും കാണാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല കാഴ്ചകളും കണ്ട് ഞങ്ങളങ്ങോട്ട് നടന്നു. നടക്കുന്നതിന് മുന്നേ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ. ബൈക്കിൽ പോയാൽ എത്രയും പാടില്ല, പാർക്കിംഗ് സൗകര്യം കണ്ടുപിടിക്കാനായിരുന്നു പാട്. പിന്നെ വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടിട്ടിട്ട് കാണേണ്ടതും കാണാൻ പാടില്ലാത്തതുമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ തിരിച്ച് കറങ്ങിയൊക്കെ അടിച്ച് വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് രാത്രി 11:30 ആയി. ഒന്നും പറയണ്ട, എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു.